ഈ കപ്പൽ ആടി ഉലയുകയില്ല. ഇതിനൊരു കപ്പിത്താരുണ്ട്. കപ്പിത്താനും മുങ്ങി, കപ്പലും മുങ്ങി. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എന്തൊക്കെയാണ് നീ ഇവിടെ കാണിച്ചത്? വാർത്താ സമ്മേളനത്തിനിടെ ചില മാധ്യമ പ്രവർത്തകരോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൂക്കിയെടുത്ത് പുറത്താക്കണോ? ഞാൻ ഉദ്ദേശിച്ചത് ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട. മേലെ മുറ്റത്ത് കാലി കുത്തിപ്പോരുന്നു. പാർട്ടി ചാനലിന്റെയും പത്രത്തിന്റെയും മാത്രം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം മുഖ്യമന്ത്രി പത്രസമ്മേളനം അവസാനിപ്പിച്ചു. പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ? നന്നായി. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. അല്ല, എനിക്ക് പറ്റില്ല. ഇയാളെ നിന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. റേഡിയോ ആണോ ടി വി ആണോ എന്നുള്ള വഴിയെ മനസ്സിലാവും. ഇനി നാളെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. താങ്കൾ വിളിച്ചു വരുത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. തന്തയോടായാലും ശരി, തന്തയില്ലാത്തരം പറഞ്ഞ മുഖത്ത് നോക്കി കാര്യം പറയണം. ആ പയ്യൻ കൊള്ളാവല്ലോ, നല്ല ഉശിര്. ശവപ്പെട്ടിയറോ മുന്തിയത്. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? ചോദ്യം മനസ്സിലുണ്ടായാ പോരാ, മതി കൂടുതൽ വിവരിക്കണ്ട. ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പൊ പ്രകടമായത്. എന്നെ കരിവാരിത്തേക്കാൻ പുതുതായി ഉണ്ടാക്കിയ സീനാണോ ഇത്? ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ അതല്ല ഇവിടുത്തെ പ്രോബ്ലം. കഥ ചോദ്യമൊന്നുമില്ല. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവരുടെ നിപ്പും ഭാവവും കണ്ടിട്ട് ഞാൻ എന്തോ തെറ്റിയത് പോലെ ഉണ്ടല്ലോ. നേരത്തെ പ്ലാൻഡായിട്ടുള്ള 4 ചോദ്യമല്ലേ ചോദിക്കുന്നത്. ശരിക്കുള്ള 5ാമത്തെ ചോദ്യം വരുമ്പോ സമയമായി എന്നൊരു അധികം എണീക്കാനുള്ള പദ്ധതി. അതെന്താ തെറ്റ്? എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരൂ. അപ്പൊ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇതൊന്നും ചോദിക്കണ്ട. ഒരു മിനിറ്റ്. എങ്ങനെ മനസ്സിലായില്ല? എടോ, വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം.